എത്ര മരുന്ന് കഴിച്ചിട്ടും നിങ്ങളുടെ അലർജി മാറുന്നില്ല, നിങ്ങളുടെ അസിഡിറ്റി പ്രോബ്ലം അതായത് ഗ്യാസുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം മാറുന്നില്ല, നിങ്ങൾക്കുള്ള വായിൽ പുണ്ണ് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു, പൂർണ്ണമായിട്ട് മാറുന്നില്ല, അതേപോലെ തന്നെ നിങ്ങൾക്കെന്ന് വെച്ചാൽ ചില ബോഡി പെയിനുകൾ മാറുന്നില്ല, ഇത്തരത്തിലുള്ള അസുഖങ്ങൾ മാറാത്തതിന്റെ കാരണമെന്ന് എത്ര മരുന്ന് കുടിച്ചിട്ടും അല്ലെങ്കിൽ ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റി എന്ന് വെച്ചാൽ ഈ അസുഖങ്ങളുടെ ഒരു കാരണം, ഇത് മാറാത്തതിന്റെ കാരണം ഇത് സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള അസുഖങ്ങളാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട്, അതായത് മനോജന്യ രോഗങ്ങൾ, അതായത് മാനസികമായിട്ട് നമ്മൾ വല്ലാണ്ട് ഒരുപാട് കാലത്തോളം സ്ട്രെസ് അനുഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തുണ്ടാകും, ഈ അസുഖങ്ങൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരികയും അത് മാറാത്തൊരവസ്ഥയുണ്ടാകും. അപ്പൊ ആ സ്ട്രെസ്സിന് പൂർണ്ണമായിട്ടും മാറ്റേണ്ടി വരും. നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സുകൾ പലപ്പോഴും വരുന്നത് നമുക്ക് നമ്മുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള ട്രോമകളിൽ നിന്നാണ്. അപ്പൊ ആ ട്രോമകളെ ഹീൽ ചെയ്യാതെ ആ സ്ട്രെസ് നമ്മളിൽ നിന്ന് പോകുന്നില്ല. ആ സ്ട്രെസ് നമ്മളിൽ നിന്ന് പോകാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മളുടെ ഇമ്മ്യൂണിറ്റിയെ തകർക്കുന്ന, അതായത് പ്രതിരോധ ശക്തിയെ തകർക്കുന്ന, മെറ്റാബോളിസത്തെ വീക്കാക്കുന്ന കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ ശരീരത്തിൽ എല്ലായ്പ്പോഴും ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പൊ അത് എക്സസ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി തകരുകയും സ്വാഭാവികമായിട്ട് അസുഖങ്ങൾ നമ്മളിൽ വരികയും ചെയ്യും. ഇങ്ങനെ സംഭവിക്കുന്ന അസുഖങ്ങൾക്കെന്ന് വെച്ചാൽ സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രോമ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ, സ്ട്രെസ്സിന് റിമൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖങ്ങളൊക്കെ മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഒരുപാട് പഠനങ്ങളുണ്ട്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ട്രോമ ഹീലിംഗുമായി ബന്ധപ്പെട്ടുള്ള ഒരു സപ്പോർട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് നിങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിക്കുക. താങ്ക് യു.